Hi, I am Roger Juice, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2026 ഒരു ബിടെക് സ്ട്രീമിൽ ഇന്ത്യയിൽ അഡ്മിഷൻ കിട്ടാവുന്ന ഏറ്റവും മികച്ച ക്യാമ്പസുകളിലേക്ക് IIT-കളിൽ, NIT-കളിൽ, IIITs-ൽ, ISC-ൽ ഇതൊക്കെ അഡ്മിഷൻ ലഭിക്കുന്ന, IIST-ൽ ഒക്കെ അഡ്മിഷൻ ലഭിക്കുന്ന ഏറ്റവും ടോപ്പ് ലെവൽ എക്സാമിനേഷൻ JEE മെയിൻസ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് നാം ഓൺലൈനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്തൊക്കെയാണ്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. നമുക്ക് ആദ്യം തൊട്ട് തന്നെ നോക്കാം. ഒരു JEE എക്സാമിനേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് JEEmains.nta.nic.in എന്ന ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. എന്താണ് JEE മെയിൻസ് എക്സാമിനേഷൻ? നമുക്കറിയാം, രണ്ട് എക്സാമിനേഷനാണ്, phase 1-ഉം phase 2-ഉം. phase 1 എക്സാമിനേഷൻ നടക്കുന്നത് January 21 മുതൽ 30th വരെയാണ്. സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ നടക്കുക April 1 മുതൽ 8th വരെയാണ്. ഈ രണ്ട് എക്സാമിനേഷന്റെ മാർക്കിനെ അല്ലെങ്കിൽ റാങ്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എക്സാമിനേഷൻ എഴുതേണ്ട എക്സാമിനേഷനാണ് JEE അഡ്വാൻസ് എക്സാമിനേഷൻ. അപ്പൊ ഇതിനൊക്കെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് November 1 മുതൽ November 27th വരെ ഇൻ ബിറ്റ്വീൻ ഡേറ്റിലാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ആർക്കാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുക? 2024-ലും 25-ലും +2 കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കും 2026-ൽ +2 ബോർഡ് എക്സാമിനേഷൻ എഴുതുന്ന CBSE, സ്റ്റേറ്റ് ബോർഡ്, ISC വിദ്യാർത്ഥികൾക്കും ഈ JEE മെയിൻസ് എക്സാമിനേഷന് ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വേണ്ട ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയെന്ന് ആദ്യം നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം. ഇതിനുശേഷം മാത്രമേ നമുക്ക് ഓൺലൈനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമതായിട്ട് വിദ്യാർത്ഥികളുടെ കയ്യിൽ വേണ്ട ഡോക്യുമെന്റ് ആണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ, ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ നാം സേവ് ചെയ്യണം. ഇതിന്റെ ഫോട്ടോയുടെ, പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ നാം പ്രിന്റ് എടുക്കുമ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം വരേണ്ടത്. ആ ഫോട്ടോയിൽ നമ്മുടെ ഫേസ് 80% വിസിബിൾ ആയിരിക്കണം. ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോ നാം സേവ് ചെയ്യുമ്പോൾ അത് 200 കിലോബൈറ്റിൽ താഴെയുള്ള JPEG ഫോർമാറ്റിലായിരിക്കണം നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട് നമ്മുടെ വേണ്ടത് നമ്മുടെ സിഗ്നേച്ചർ ഒരു പേപ്പറിൽ ഇട്ടതിന് ശേഷം അത് സ്കാൻ ചെയ്ത് സേവ് ചെയ്യണം. ഇത് 100 കിലോബൈറ്റിൽ താഴെയുള്ള ഇമേജ് സൈസ് ആയിട്ടായിരിക്കണം, JPEG ഫോർമാറ്റിൽ വേണം നാം അപ്ലോഡ് ചെയ്യാൻ. മൂന്നാമതായിട്ട് നമ്മുടെ വേണ്ട ഡോക്യുമെന്റ് ആണ് 10ാം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി. ഇത് 300 കിലോബൈറ്റിൽ താഴെ PDF ഫോർമാറ്റിൽ വേണം നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പൊ ഈ 3 ഡോക്യുമെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നാം അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ആയിട്ട് വരുന്നത്. ഇതിനോടൊപ്പം ബാക്കി വരുന്ന റിസർവേഷൻ ഡോക്യുമെന്റ്സുകളൊക്കെ ഉണ്ട്, അത് നമുക്ക് വിശദമായിട്ട് നോക്കാം. പക്ഷെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഡോക്യുമെന്റ്സുകൾ ഇത് 3 ഇതിനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ട മറ്റൊരു ഡോക്യുമെന്റ് ഉണ്ട്. അത് PWD റിസർവേഷൻ ഉള്ള വിദ്യാർത്ഥികളുടെ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ബാക്കി വരുന്ന സ്പെഷ്യൽ റിസർവേഷൻസ് ഒന്നും OBC, EWS, SC, ST ഇതുപോലുള്ള കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്കൊന്നും ഡോക്യുമെന്റ്സുകൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിന്റെയൊക്കെ ഡോക്യുമെന്റ്സുകൾ കളക്ട് ചെയ്ത് നാം വെക്കണം. ആ സർട്ടിഫിക്കറ്റുകളുടെ നമുക്ക് കളക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം വാങ്ങേണ്ടത് താലൂക്ക് ഓഫീസിൽ നിന്നാണ്. കാര്യം ഓൾ ഇന്ത്യ ലെവലിലുള്ള നാഷണൽ ലെവൽ എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഡോക്യുമെന്റ്സുകൾ നമുക്ക് വേണം. നമ്മുടെ റിസർവേഷൻസ് പ്രൂവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കമ്മ്യൂണൽ റിസർവേഷൻസ് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റുകൾ വേണം. ഇതെല്ലാം നാം കളക്ട് ചെയ്യേണ്ടത് താലൂക്ക് ഓഫീസിൽ നിന്നാണ്. ഇപ്പൊ നമ്മൾ ഒരു കേരളത്തിലെ കീം എൻട്രൻസ് എക്സാമിനേഷന് അല്ലെങ്കിൽ അതേപോലുള്ള എക്സാമിനേഷനൊക്കെ സ്റ്റേറ്റ് വൈസ് ഉള്ള ഒരു എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ വേണ്ടി വരുന്ന ഡോക്യുമെന്റ്സുകളെല്ലാം വില്ലേജ് ഓഫീസിൽ നിന്നാണ് കളക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഒരു നാഷണൽ ലെവൽ എക്സാമിനേഷന്, അത് JEE എക്സാമിനേഷനും നീറ്റ് എക്സാമിനേഷനും പോലുള്ള പരീക്ഷകൾക്കൊക്കെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നാം അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളെല്ലാം കളക്ട് ചെയ്യേണ്ടത് താലൂക്ക് ഓഫീസിൽ നിന്നാണ്. ഇവിടെ നാം മനസ്സിലാക്കുക, ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ കരസ്ഥമാക്കി നമ്മുടെ കയ്യിൽ വെക്കണം. എന്നിട്ട് ആ സർട്ടിഫിക്കറ്റിന്റെ അതിന്റെ നമ്പർ നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഡോക്യുമെന്റ് നമ്പർ നാം എൻട്രി ചെയ്ത് കൊടുത്താൽ മതിയാവും.
ഇനി ഇതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട 2 കാര്യങ്ങളാണ്. 2 മൊബൈൽ നമ്പർ. അത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള, നമ്മളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ ഒരു നെറ്റ് കഫേയിലാണോ പോയി ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ള വ്യക്തികളുടെ നമ്പർ അല്ല നാം കൊടുക്കേണ്ടത്. പ്രത്യേകം ഓർത്തിരിക്കുക, നമ്മുടെ വീട്ടിൽ ആ കാൻഡിഡേറ്റിന്റെയോ പേരൻസിന്റെയോ 2 മൊബൈൽ നമ്പർ നാം എൻട്രി ചെയ്ത് കൊടുക്കണം. ഇതിനോടൊപ്പം 2 വാലിഡ് ആയിട്ടുള്ള മെയിൽ അഡ്രസ്സും വേണം. ഇത് നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോൾ നാം കൊടുക്കുന്ന ഈ മൊബൈൽ നമ്പറിലേക്ക്, ഇമെയിൽ അഡ്രസ്സിലേക്ക് OTP വരും. ആ OTP എൻട്രി ചെയ്ത് കൊടുത്താൽ മാത്രമേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതിനോടൊപ്പം തന്നെ ഇപ്പോ ഫസ്റ്റ് എക്സാമിനേഷൻ, ജെഇയുടെ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ ജാനുവരിയിൽ നടക്കുന്ന എക്സാമിനേഷൻ ആണ് ഇപ്പോ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മുന്നോട്ടുള്ള സ്റ്റെപ്പുകളിൽ ഫേസ് 2 എക്സാമിനേഷൻ, അതുപോലെ അഡ്വാൻസ് എക്സാമിനേഷൻ, റിസൾട്ട് പബ്ലിക്കേഷൻ, അഡ്മിഷൻ പ്രൊസീജിയർ, ഈ സമയത്തൊക്കെ ഈ എൻട്രി ചെയ്തു കൊടുക്കുന്ന വാലിഡ് ആയിട്ടുള്ള 2 മൊബൈൽ നമ്പറിലേക്കും മെയിൽ അഡ്രസ്സിലേക്കും വരുന്ന OTPകളായിരിക്കും നമ്മുടെ അഡ്മിഷൻ വരുന്ന സമയത്തെല്ലാം നമുക്ക് ആവശ്യം വരിക. അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണലായി നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന 2 മൊബൈൽ നമ്പറും മെയിൽ അഡ്രസ്സും ആയിരിക്കണം നാം ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു പേരന്റ് അറിഞ്ഞിരിക്കേണ്ടതാണ് നാം ഏത് സ്റ്റേറ്റിലാണ് എക്സാമിനേഷൻ എഴുതുന്നതെന്ന്. ആ എക്സാമിനേഷൻ സ്റ്റേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ നാം ചെയ്യേണ്ട കാര്യം, നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെർമനന്റ് അഡ്രസ് എവിടെയാണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രസന്റ് അഡ്രസ് എവിടെയാണോ കൊടുക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എക്സാമിനേഷൻ സെന്റർ അനുവദിക്കുക. അപ്പോ നമുക്ക് കേരളത്തിൽ ഏത് ജില്ലയിൽ വേണേലും പരീക്ഷ എഴുതാം. പക്ഷേ അങ്ങനെ നമുക്കൊരു എക്സാമിനേഷൻ സെന്റർ ജില്ല നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് നാം കൊടുക്കുന്ന പെർമനന്റ് അഡ്രസ്സോ പ്രസന്റ് അഡ്രസ്സോ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന, എക്സാമിനേഷൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന ജില്ലയിൽ തന്നെ ആയിരിക്കണം. ഇപ്പൊ നമ്മളിപ്പോ നമ്മൾ പെർമനന്റ് ആയിട്ട് നമ്മൾ താമസിക്കുന്ന പെർമനന്റ് അഡ്രസ്സ് ഇപ്പൊ ആലപ്പുഴ ജില്ലയാണെന്നിരിക്കട്ടെ. ഞാൻ എക്സാമിനേഷൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത് പാലക്കാടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രസന്റ് അഡ്രസ്സ് പാലക്കാടായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്നത് പാലക്കാടാണ്, ഞാൻ എക്സാമിനേഷൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആലപ്പുഴയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നാം പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും അതേപോലെ ഏത് ജില്ലയിലാണോ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് നാം എൻട്രി ചെയ്യുക. ഇനി ഇതങ്ങനെ എൻട്രി ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പെർമനന്റ് അഡ്രസ്സോ പ്രസന്റ് അഡ്രസ്സോ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളൊന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസന്റ് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന ജില്ല അനുസരിച്ച് തന്നെ നാം എൻട്രി ചെയ്യുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കേരളത്തിലുള്ള ഒരു വിദ്യാർത്ഥി പഠിക്കുന്നത് വിദേശത്താണ്. അപ്പൊ എന്ത് ചെയ്യണം? പെർമനന്റ് അഡ്രസ്സ് കേരളത്തിലെയും പ്രസന്റ് അഡ്രസ്സ് വിദേശത്തെയും കൊടുത്താൽ എക്സാമിനേഷൻ സെന്റർ നമുക്ക് അവിടെയാക്കി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതേപോലെ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം എക്സാം സെന്ററിന് വേണ്ടിയിട്ട് പെർമനന്റ് അഡ്രസ്സും പ്രസന്റ് അഡ്രസ്സും നാം എൻട്രി ചെയ്യുവാൻ. ഇനി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്നല്ല, നമ്മുടെ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങളിലും ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാൻഡിഡേറ്റിന്റെ നെയിം സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഇല്ലാതെ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ അല്ലെങ്കിൽ +2വിന്റെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ അതേപോലെ കൃത്യമായ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാത്ത രീതിയിലായിരിക്കണം കാൻഡിഡേറ്റിന്റെ നെയിം എൻട്രി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫാദറിന്റെയും മദറിന്റെയും നെയിമും ഒക്കെ എൻട്രി ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്കും വരാതിരിക്കുക. ഇനി ഇതിനോടൊപ്പം നമുക്ക് ഒരു ID പ്രൂഫ് എൻട്രി ചെയ്യണം. ID പ്രൂഫായിട്ട് നമുക്ക് ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യാം. ഈ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ഉള്ള ഹൗസ് അഡ്രസ്സുകൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഇല്ലാത്ത രീതിയിൽ തന്നെ വേണം നാം ഇവിടെ അപ്ലോഡ് ചെയ്യുവാൻ. അപ്പോൾ ഒരു വിദ്യാർത്ഥി കാൻഡിഡേറ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കേണ്ട ഒരു കാര്യമാണ് കാൻഡിഡേറ്റ് നെയിം, ഫാദറിന്റെ നെയിം, മദറിന്റെ നെയിം, അഡ്രസ്സ്, ഇമെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ. ഇതൊന്നും നമ്മൾ ഒരു ഫസ്റ്റ് ടൈം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ ഒരു അവസരം പോലും എൻട്രൻസ് കമ്മീഷൻ നൽകത്തില്ല, NTA നൽകത്തില്ല. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡോക്യുമെന്റ് എടുത്ത് വെച്ച് അതിലുള്ളതുപോലെ തന്നെ കൃത്യമായിട്ട് നാം ഇതെല്ലാം എൻട്രി ചെയ്യുക. ഇനി നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ID പ്രൂഫ് ആയിട്ടുള്ള ആധാർ കാർഡ്. അത് ഇപ്പോ +2 പഠിക്കുന്ന വിദ്യാർത്ഥിയോ +2 കഴിഞ്ഞവരോ 15 വയസ്സ് കഴിഞ്ഞ ആരും ആയിക്കട്ടെ, നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആധാർ കാർഡ് അല്ല ഇതിനു വേണ്ടിയിട്ട് ഒന്നും ഉപയോഗിക്കേണ്ടത്. 15 വയസ്സിന് ശേഷം ആധാർ കാർഡ് നാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം, ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആധാർ കാർഡാണ് ID പ്രൂഫായി നാം അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ എക്സാമിനേഷൻ ഫീസ് ഉണ്ട്. ഈ എക്സാമിനേഷൻ ഫീ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം.
നമുക്കറിയാം ജെയുടെ എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് ജെഇ മെയിൻസിന്റെ തന്നെ പേപ്പർ 1 എന്നൊരു എക്സാമിനേഷൻ ഉണ്ട്. ഈ പേപ്പർ 1 എക്സാമിനേഷൻ നാം എഴുതുന്നത് ബിടെക് കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാനാണ്. ഇന്ത്യ മുഴുവനുള്ള NIT-കളിലേക്ക് അല്ലെങ്കിൽ IIITസിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ ഉള്ള എക്സാമിനേഷൻ ആണ് ജെഇ മെയിൻസ് എക്സാമിനേഷൻ. ആ ജെഇ മെയിൻസ് എക്സാമിനേഷന്റെ പേപ്പർ 1 എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്റ്റിന്റെ എക്സാമിനേഷൻ ആണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ. അപ്പൊ ആ എക്സാമിനേഷൻ ആണ് എഴുതുന്നതെങ്കിൽ അതിനൊരു ഫീസ് ഉണ്ട്. അത് ഒരു ബോയ് ആണെങ്കിൽ 1000 rupees ആണ് ആപ്ലിക്കേഷൻ ഫീസ് വരിക. ഗേൾസ് ആണെങ്കിൽ 900 rupees ആണ് എക്സാമിനേഷൻ ഫീസ് ആയിട്ട് വരിക. ഇനി പേപ്പർ 2 ഉണ്ട്. പേപ്പർ 2 തന്നെ പേപ്പർ 2A ഉണ്ട്, പേപ്പർ 2B ഉണ്ട്. പേപ്പർ 2A എന്ന് പറയുന്നത് ഒരു ആർക്കിടെക്ട് കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാനും പേപ്പർ 2B എന്ന് പറയുന്നത് ബി പ്ലാനിംഗ് കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കാനുമാണ്. അപ്പൊ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ പേപ്പർ 1ഉം പേപ്പർ 2Aയും പേപ്പർ 2Bയും എക്സാമിനേഷൻ എഴുതാം. അപ്പൊ നമ്മൾ ഏതൊക്കെ എക്സാമിനേഷൻ ആണോ സെലക്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്ത് എക്സാമിനേഷൻ ഫീസിനകത്ത് വ്യത്യാസം ഉണ്ടാവും. അപ്പോ നമ്മൾ പേപ്പർ 1 മാത്രമാണ് എഴുതുന്നതെങ്കിൽ അതിന് വേണ്ട എക്സാമിനേഷൻ ഫീസ് മാത്രം നാം റെമിറ്റ് ചെയ്താൽ മതിയാവും. അപ്പൊ ഓരോ കാൻഡിഡേറ്റും ഞാൻ ഇതിൽ ഏതൊക്കെ എക്സാമിനേഷൻ എഴുതുന്നുണ്ട് എന്ന് ആദ്യമായി തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനനുസരിച്ച് വേണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നാം അത് ക്ലിക്ക് ചെയ്ത് ഫീസ് അടയ്ക്കുന്ന പ്രൊസീജിയറിലേക്ക് മൂവ് ചെയ്യുവാൻ. ഇനി ആപ്ലിക്കേഷൻ നമുക്കറിയാം, ഇപ്പോ ജാനുവരിയിൽ നടക്കുന്ന എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ആണ് നവംബർ 1 മുതൽ 27 വരെ. അപ്പൊ ഈ സമയത്ത് ആപ്ലിക്കേഷൻ നാം കൊടുക്കുന്നത് ജാനുവരിയിലുള്ള എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അപ്പോ അടുത്ത ഏപ്രിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്? അതിനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് 2026 ഫെബ്രുവരിയിലാണ്. അടുത്ത ഏപ്രിൽ നടക്കുന്ന എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇതിനെല്ലാം ഈ ജനുവരിയിൽ നടക്കുന്ന ഫേസ് 1 എക്സാമിനേഷനും ഏപ്രിൽ നടക്കുന്ന ഫേസ് 2 എക്സാമിനേഷനും അതുപോലെ ജെഇ അഡ്വാൻസ് എക്സാമിനേഷൻ ഈ 3 പരീക്ഷകൾക്കും ആദ്യത്തെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യം മാത്രം ചെയ്താൽ മതി, ബേസിക് രജിസ്ട്രേഷൻ. ബേസിക് രജിസ്ട്രേഷന് ശേഷമാണ് എക്സാമിനേഷൻ സെന്ററുകളും എക്സാമിനേഷന്റെ ഡേറ്റുകളും ഒക്കെ നാം സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യാവുള്ളൂ. അതിനുശേഷം അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ നാം യൂസർ നെയിമും പാസ്വേഡും എല്ലാം സേഫായി കീപ്പ് ചെയ്യുക. ഫസ്റ്റ് ടൈം നമ്മളൊരു രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സെക്കൻഡ് എക്സാമിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ പിന്നെ രജിസ്ട്രേഷൻ ചെയ്യാൻ പാടില്ല. എക്സാമിനേഷൻ സെന്ററുകൾ മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ബേസിക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു കാൻഡിഡേറ്റ് ഒരു പ്രാവശ്യം മാത്രം ചെയ്യുക. അപ്പൊ ഒരു പ്രാവശ്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം +2 കഴിഞ്ഞവരും അതിന് മുമ്പത്തെ വർഷം 2024ലോ 25ലോ അന്ന് രജിസ്ട്രേഷൻ ചെയ്തവര് ഈ വർഷം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതൊക്കെ കഴിഞ്ഞു. ഈ വർഷം 2026 എക്സാമിനേഷൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ബേസിക് രജിസ്ട്രേഷൻ ഒറ്റ പ്രാവശ്യം ചെയ്യുക. അതിനുശേഷമുള്ള സ്റ്റെപ്പുകൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പൊ ബേസിക് രജിസ്ട്രേഷൻ നമുക്ക് ഫസ്റ്റ് ഏപ്രിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് പ്രൊസീജിയറും ആദ്യം തന്നെ ചെയ്തു തീർക്കുക. അതിനുശേഷം ഏപ്രിലത്തെ എക്സാമിനേഷൻ എഴുതുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. പിന്നീട് അത് വിൻ ചെയ്താൽ അഡ്വാൻസിനും നമുക്ക് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ മുന്നോട്ട് പോകാം. ഇനി ഇതിനോടൊപ്പം നാം അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സുകൾ, അതായത് കമ്മ്യൂണൽ റിസർവേഷൻ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്, OBC NCL സർട്ടിഫിക്കറ്റുകൾ പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റുകൾ, EWS SC ST റിസർവേഷനുള്ള സർട്ടിഫിക്കറ്റുകൾ, ഈ സർട്ടിഫിക്കറ്റുകൾക്കെല്ലാം 1 ഇയർ വാലിഡിറ്റി ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം വാങ്ങിയ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഇപ്പോൾ എക്സാമിനേഷൻ എഴുതി വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയം മുതൽ നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആണോ എന്ന് എല്ലാവരും ചെക്ക് ചെയ്യുക. അപ്പൊ കഴിഞ്ഞ വർഷം വാങ്ങിയ സർട്ടിഫിക്കറ്റുകൾ ഇതിന് 1 ഇയർ വാലിഡിറ്റി ഇല്ലെങ്കിൽ, അതായത് നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ വാലിഡിറ്റി ഇല്ലെങ്കിൽ ഈ വർഷം പുതിയതായി സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് അത് അപ്ലൈ ചെയ്ത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വേണം നാം ഇതിനു വേണ്ടിയിട്ട് അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് മൂവ് ചെയ്യാൻ. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ അഡ്മിഷൻ പ്രൊസീജിയർ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാൻഡിഡേറ്റിന്റെ ഇമേജ് ത്രൂ വെബ്കാം ത്രൂ ക്യാപ്ചർ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ഒരു വെബ്കാം സെറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഇത് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ വെബ്കാമിനുള്ള പ്രൊവിഷൻ ഇല്ലെങ്കിൽ
നമ്മൾ ആ സ്റ്റെപ്പിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ മൊബൈലിൽ ഈ JEE-mains.NTA.nic.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ എവിടം വരെയാണോ ചെയ്ത് നിർത്തിയത് അവിടെ നിന്ന് നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്ത് നമ്മുടെ മൊബൈൽ ത്രൂ ഫ്രണ്ട് ക്യാമറ വഴി നമുക്ക് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പ്രൊസീജിയർ വീണ്ടും ഡെസ്ക്ടോപ്പിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാപ്ചർ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട. അത് കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു മെത്തേഡ് മനസ്സിലാക്കി നിങ്ങൾ ചെയ്തു തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു നമുക്ക് JEE മെയിൻസിന്റെ ഫസ്റ്റ് സെക്ഷനും സെക്കൻഡ് സെക്ഷനും, അതായത് ജനുവരിയിലും ഏപ്രിൽ നടക്കുന്ന എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നവംബർ 1 മുതൽ 27 വരെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സുകൾ വേണം എന്നുള്ളതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ നോക്കിയത്. ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇതിൽ മിസ്റ്റേക്ക് വരാൻ പാടില്ലാത്തത് എന്തൊക്കെ, ഇനി എക്സാമിനേഷൻ ഫീസ് അടയ്ക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ പേപ്പറാണ് സെലക്ട് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടാണ് എക്സാമിനേഷൻ ഫീസ് അടയ്ക്കേണ്ടത്. ആ എക്സാമിനേഷൻ ഫീസ് അടയ്ക്കുന്ന സമയത്ത് ഇതും ഓൺലൈനായിട്ട് മാത്രമാണ് നമുക്ക് എക്സാമിനേഷൻ ഫീസ് അടയ്ക്കാൻ സാധിക്കുക. അത് ഓൺലൈൻ എക്സാമിനേഷൻ ഫീസ് അടയ്ക്കുമ്പോൾ നമ്മുടെ കാർഡ് ത്രൂ നമുക്ക് ചെയ്യാം, ഗൂഗിൾ പേ വഴി ചെയ്യാം. ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ബാങ്കിലോ പോയി ഫീസ് അടയ്ക്കുന്ന ഒരു പ്രൊസീജിയർ ഇല്ല. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓൺലൈനായി ഫീസ് അടച്ചു വേണം ഈ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുവാൻ. അപ്പൊ വീണ്ടും മനസ്സിലാക്കുക, നമ്മൾ ഇപ്പൊ കണ്ട എല്ലാ ഡോക്യുമെന്റ്സുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, 10ാം ക്ലാസ്സിന്റെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ റിസർവേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ട ഡോക്യുമെന്റ്സുകൾ, 2 വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ, 2 മെയിൽ അഡ്രസ്സുകൾ, ഇതെല്ലാം കൃത്യമായി ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം ഓൺലൈൻ പ്രൊസീജിയർ ചെയ്യുക. ഇനി നമുക്ക് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് നമുക്ക് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കോളവും ഫില്ല് ചെയ്ത് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, നമ്മുടെ പേപ്പർ 1 എക്സാമിനേഷൻ ആണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന്റെ JEE മെയിൻസിന്റെ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷനുള്ള. ആ എക്സാമിനേഷൻ ത്രൂ ആണ് ഇന്ത്യ മുഴുവനുള്ള NIT-കളിലും IIITസിലും അതുപോലെ IIITസിലും അതേപോലെ തന്നെയുള്ള ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള എക്സാമിനേഷന്റെ റിസൾട്ട് ആയിട്ട് മാറുന്നത്. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തുകൊണ്ട് മാത്രമില്ല, ഈ സമയം മുതൽ നന്നായി പഠിക്കുക. ജനുവരിയിലെ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നവംബറിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഡിസംബർ, ജനുവരി, ഈ ഉള്ള 60 ദിവസം നന്നായി പ്ലാൻ ചെയ്യുക, നന്നായി പഠിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽഫയുടെ ക്ലാസ്സുകളിലേക്കും ജോയിൻ ചെയ്യാം. ഓൺലൈനായോ ഓഫ്ലൈനായോ ഇനി വരാൻ പോകുന്ന JEE എക്സാമിനേഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഫേസോ സെക്കൻഡ് ഫേസോ ഏതുമാവട്ടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എക്സ്പേർട്ട് ടീം ഏറ്റവും മികച്ച മെറ്റീരിയൽസുമായി നിങ്ങളോടൊപ്പം കൂടെ എത്തും. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നും മാത്രം, ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന സംശയങ്ങൾക്കും അതുപോലെ ഈ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ടൈമിലും ഒക്കെ നിങ്ങൾക്ക് ആൽഫയിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എക്സ്പേർട്ട് ടീം കൂടെ ഉണ്ട്. ഒരിക്കൽ കൂടി ഓർക്കാം, ഈ ഡോക്യുമെന്റ്സുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഓൺലൈനായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മുന്നോട്ട് പോകാം.